സ്ലൈഡിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പബ്ലിഷിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നും പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന 7 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഇൻഡെക്സ് ടേബിൾസ് തയ്യാറാക്കുന്നത് അഥവാ ഉള്ളടക്ക പട്ടിക ടേബിൾ ഓഫ് കണ്ടന്റ്സ് തയ്യാറാക്കുന്നത്. നമുക്ക് എപ്പോഴും ചോദിച്ചു കാണാറുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാന കോൺസെപ്റ്റും കൂടിയാണ് നമുക്ക് എങ്ങനെ ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാം എന്നുള്ളത്. വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്, വേഗത്തിൽ 7 മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ചോദ്യമാണ് ആ രീതിയിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ ഓൺ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആർ ഗിവൺ ഇൻ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡർ ഇൻ ഹോം വിത്ത് ദ ഫയൽ നെയിം opensource.ott. ഓക്കെ, മലയാളം ചോദ്യം ഇവിടെയുണ്ട്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള opensource.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ് സങ്കേതം ഉപയോഗിച്ച് ലേഖനത്തിന് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓപ്പൺ ദിസ് ഫയൽ ഇൻ ലിബർ ഓഫീസ് റൈറ്റർ ആൻഡ് ക്രിയേറ്റ് ദ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഫോർ ദ ആർട്ടിക്കിൾ യൂസിംഗ് ദ ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ്. നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ്, ഓക്കെ, ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന opensource.ott എന്ന ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എവിടെയുള്ളത്? അതുള്ളത് എക്സാം ഡോക്യുമെന്റ്സിലാണ് അല്ലെ, ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ്. ഹോമിലേക്ക് വരിക, ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഇവിടെ കാണാം. ആ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഈ opensource.ott എന്ന ഈ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് പറഞ്ഞ ചോദ്യം നോക്കാം. ഹിന്ദിയിൽ പറയുന്നുണ്ട് അപ്ലൈ ദ സ്റ്റൈൽ ഹെഡിങ് 1 ഫോർ ദ മെയിൻ ഹെഡിങ് ഓപ്പൺ സോഴ്സ്. ഓപ്പൺ സോഴ്സ് എന്ന ആ പ്രധാനപ്പെട്ട ഹെഡിങ് ഉണ്ട് അല്ലെ, ഓപ്പൺ സോഴ്സ് എന്ന ശീർഷകത്തിന് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുക. ഓക്കെ, ഈ ഓപ്പൺ സോഴ്സ് എന്ന ഈ ഒരു ശീർഷകത്തിന്, ആ ഒരു ഹെഡിങ്ങിന് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ സ്റ്റൈൽ ബോക്സ് വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ ചൂസ് ചെയ്യാനാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഹെഡിങ് 1 എന്ന ഈ ഒരു സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവിടെ ആ ഒരു ഹെഡിങ് 1 എന്ന സ്റ്റൈൽ ഈ ഒരു ടെക്സ്റ്റിന് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ചോദ്യത്തിൽ എന്താ പറഞ്ഞേ, ഉപശീർഷകത്തിന് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ ചുവപ്പ് നിറത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ സ്റ്റൈൽ ഹെഡിങ് 2 ഫോർ സബ് ഹെഡിങ്സ്. സബ് ഹെഡിങ്സ് ആർ റെഡ് കളർ. ഇതിലുള്ള എല്ലാ സബ് ഹെഡിങ്സിനും, റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള എല്ലാ സബ് ഹെഡിങ്സിനും ഹെഡിങ് 2 എന്ന സ്റ്റൈൽ കൊടുക്കണം. അതെങ്ങനെയാ? നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ഇത് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ആയി കിട്ടും. എന്നിട്ട് ഇതാ ഇവിടെ നിന്നും സ്റ്റൈൽ ബോക്സിൽ നിന്നും ഹെഡിങ് 2 എന്ന സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും താഴോട്ടേക്ക് വരിക, അടുത്ത ടെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത ഹെഡിങ് ഇതേപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റൈൽ ബോക്സ് വിൻഡോയിൽ നിന്നും ഹെഡിങ് 2 എന്ന സ്റ്റൈൽ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു എളുപ്പ മാർഗമുണ്ട്. എന്തായിരുന്നു? ആദ്യം നമുക്ക് ഇപ്പൊ എല്ലാത്തിനും ഹെഡിങ് 2 അല്ലേ കൊടുക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ആദ്യം ഇതൊന്ന് ഇതേപോലെ സെലക്ട് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തത് സെലക്ട് ചെയ്യാം. കൺട്രോൾ കീ റിലീസ് ചെയ്യരുത്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്താലേ ഇതൊക്കെ ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യേണ്ട സമയത്ത്, ഓക്കെ, മൗസ് താഴോട്ടേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ട സമയത്ത് കൺട്രോൾ കീ റിലീസ് ചെയ്യണം. ഓക്കെ, കൺട്രോൾ കീ റിലീസ് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് വീണ്ടും അടുത്ത ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് അതൊക്കെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സബ് ഹെഡിങ്ങുകളും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റൈൽ ബോക്സ് വിൻഡോയിൽ നിന്നും നമ്മുടെ ഹെഡിങ് 2 എന്ന ഈ ഒരു സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഹെഡിങ്ങിനും, എല്ലാ സബ് ഹെഡിങ്ങിനും ആ ഒരു ഹെഡിങ് 2 എന്ന സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് വന്നിട്ടില്ലേ എന്ന് നോക്കാൻ ആ ഒരു ഹെഡിങ്ങിന്റെ ആ ഒരു ടെക്സ്റ്റിൽ, ആ ടെക്സ്റ്റിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ആ സ്റ്റൈൽ വന്നിട്ടില്ലേ എന്ന്. ഇപ്പോൾ ഓപ്പൺ സോഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിന് ഏത് സ്റ്റൈലാണ് കൊടുത്തത്, അതിവിടെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ചോദ്യം നോക്കാം. ക്രിയേറ്റ് ദ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ആർട്ടിക്കിൾ. ലേഖനത്തിന്റെ ആദ്യ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യ പേജിലാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. ഈ ഫസ്റ്റ് പേജിൽ ഇവിടെ ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നിക്കൽ ഇവിടെ തന്നെ ഉള്ളടക്ക പട്ടിക കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ടിൽ പേജ് ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഒരു പേജ് കിട്ടും. ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയും ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാ നമുക്ക് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് എവിടെയാണോ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻഡെക്സ് ഓർ ബിബിലിയോഗ്രഫി. ഈ ക്രമം മാറിപ്പോവരുത്. ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻഡെക്സ് ഓർ ബിബിലിയോഗ്രഫി എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾക്ക് ചോദ്യത്തിൽ കാര്യങ്ങളൊന്നും വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ടൈറ്റിൽ വേണമെങ്കിൽ മാറ്റാം, പക്ഷേ ചോദ്യത്തിൽ ടൈറ്റിൽ മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല. ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കളറിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ വരുത്തിയാൽ മതി. പക്ഷേ ചോദ്യത്തിൽ അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഓക്കെ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, കൃത്യമായിട്ട് ആ ഒരു സ്റ്റൈൽ നമ്മൾ കൊടുത്ത സ്റ്റൈലിനനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഹെഡിങ് 1 കൊടുത്തത് ഇതേപോലെ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഹെഡിങ് 2 ആണ് കൊടുത്തത്, അത് ഇതേപോലെ താഴെ കൃത്യമായി വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടേ? മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായിട്ട് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യണം അല്ലെ. ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യണം. ഓക്കെ, സേവ് ദ മോഡിഫൈഡ് ആർട്ടിക്കിൾ ഇൻ exam10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ഇസ് ദ ഫയൽ നെയിം. അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് അല്ലെങ്കിൽ സേവ് ആസ്, നമ്മളിവിടെ സേവ് കൊടുക്കുന്നു. എവിടെയാണ് സേവ് ചെയ്യേണ്ടേ? ഹോമിലെ exam10 എന്ന ഫോൾഡർ ഉണ്ടല്ലോ, ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ കൃത്യമായിട്ടുള്ള പേര് കൊടുക്കുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് താഴെയുള്ള സേവ് ബട്ടൺ ഉണ്ട്. ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഒരു ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറയുന്ന ഇത്തരത്തിലുള്ള ചോദ്യം ഭംഗിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും.